വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിൻ്റെ 98ാമത്തെ മെനു ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ മെനുവിൽ ഞാൻ 2 നാടൻ റെസിപ്പീസാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. ഒന്നൊരു പുളിങ്കറിയാണ്. ഇപ്പോൾ മാങ്ങയൊക്കെ എപ്പോഴും എല്ലാ സീസണിലും അവൈലബിൾ ആയതുകൊണ്ട് മാങ്ങയും വെള്ളരിക്കയും കൊണ്ട് ഉള്ളൊരു പരിപ്പ് ചേർക്കാത്ത പുളിങ്കറിയാണ് ഉണ്ടാക്കിയത്. അതിന് കോമ്പിനേഷനായിട്ട് നാടൻ സ്റ്റൈലിൽ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മെഴുക്കുവരട്ടി. 2 ഡിഫറെൻറ്റ് റെസിപ്പീസാണ്. എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ മെനു ഐഡിയാസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്കയും മാങ്ങയും കൂടിയുള്ള കറിയാണ്. ഇതുണ്ടാക്കാനായിട്ട് വെള്ളരിക്ക ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി അധികം കട്ടിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊലി വെച്ചോളൂ, ഇല്ലെങ്കിൽ തൊലി കളഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളരിക്ക വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനൊപ്പം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത് മൂന്നും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളരിക്ക നന്നായി വെന്ത് വരുന്ന വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി വെന്ത് വരട്ടെ. അപ്പൊ വെള്ളരിക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് മാങ്ങ ചേർക്കാം. അപ്പോൾ മാങ്ങ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി മാങ്ങ കിട്ടിയില്ല എന്ന് വെച്ചാൽ സാധാരണ ചെയ്യുന്ന പോലെ പുളി ഒഴിച്ചിട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. വെള്ളരിക്ക പുളിങ്കറി ആവുമെന്ന് മാത്രം മാങ്ങ ഒഴിവാക്കിയാൽ. അപ്പോൾ ഇനി മാങ്ങ വേവുന്ന വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മാങ്ങയും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കണം. അപ്പോൾ അരപ്പ് എന്ന് പറയുന്നത് തേങ്ങയും ജീരകവും കൂടി നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർക്കാൻ മറക്കരുത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ തിള വരുന്ന വരെ നമുക്കിത് അടുപ്പത്ത് വെക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് യോജിപ്പിച്ചിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ നമുക്ക് ചെറിയ തീയിൽ വെച്ചാൽ മതി. അപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വറുത്തിടാം. വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും മുളകും കരിവേപ്പിലയും കൂടെ ഞാൻ വറുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത റെസിപ്പിയിലേക്ക് പോവാം. അത് നാടൻ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഇരുമ്പ് ചീഞ്ചട്ടി ഉപയോഗിക്കാൻ നോക്കുക, അത് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാൻ ആയാലും മതി. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഉള്ളിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഉള്ളി ഫ്രൈ ആവുന്ന നേരം കൊണ്ട് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം. അപ്പോൾ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പുരട്ടിയിട്ട് സൈഡിലേക്ക് വെക്കാം. അപ്പോൾ അത്രയും സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇടിച്ച ചുവന്ന മുളക് ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതൊന്നൊരു 2 സെക്കൻഡ് ഒന്ന് മൂക്കുന്നവരെ വഴറ്റിയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മൂക്കണ വരെ വഴറ്റിയിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് മൊരിഞ്ഞ് വരുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഇതൊന്ന് നന്നായിട്ട് മൊരിയാൻ വെക്കാം. നമുക്ക് തീ കുറച്ച് വെക്കാൻ മറക്കരുത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ട് ഉരുളക്കിഴങ്ങ് ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. അപ്പം ഇനി ബാക്കി വേവുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി നന്നായി മൊരിഞ്ഞ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ട് സെർവ് ചെയ്യാം.
അപ്പോൾ ഈ 2 നാടൻ റെസിപ്പീസും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.